ഗായ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇനി നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്താ വീഡിയോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നെവർ ആണ്. അപ്പോൾ നമ്മൾ കുറേ ചോദ്യം ചോദിക്കും. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് എന്ന് പറയാം, അല്ലെങ്കിൽ നെവർ. എന്താ പറയണ്ടായത് അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ റെഡിയാക്കി, പേപ്പറിലായിട്ട് റെഡിയാക്കിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ചോദ്യമൊക്കെ ഇതിൽ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പാട്ട് നല്ല കേൾക്കുന്നത്. ഞാൻ ചോദ്യം ഇതിൽ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നമ്മള് രണ്ട് ഫാമിലിയോടൊപ്പം ട്രിപ്പ് പോവാന് ആഗ്രഹം ഉണ്ടോ? അതായത് നമ്മളെ രണ്ടാളെ ഫാമിലി ഇല്ലേ, രണ്ടാളെ ഫാമിലിന്റെ കൂടെ ട്രിപ്പ് പോവാൻ ആഗ്രഹം ഉണ്ടോ? അപ്പൊ ഐ ഹാവ് കേട്ടോ. രണ്ടാൾക്കും ആഗ്രഹം കേട്ടോ. സന്തോഷമുള്ള കാര്യമല്ലേ? നമ്മളെന്തോ പറയണ്ടില്ലേ, ഫാമിലിന്റെ കൂടെ ട്രിപ്പ് പോകാനെന്തോ. അടുത്ത ക്വസ്റ്റ്യന്, പല്ല് തേക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? ചോദിക്കേണ്ട ആവശ്യമല്ല. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അല്ലേ കണ്ട ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ആരെ കഴിക്കരുത്? നിങ്ങള് നെവറല്ലേ അടുത്ത്? ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. ഞാനും നെവർ കേട്ടോ. ഞാൻ നെവറല്ലേ കഴിച്ചിട്ടുണ്ടാവും. സംഭവമില്ല. അടുത്തത് അത് കുഴപ്പമില്ല. അടുത്തത് മാരേജിന്റെ മുന്നേ കറങ്ങാൻ പോയിട്ടുണ്ടോ? അതില്ലേ, കറങ്ങാൻ പോയില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ടാണ്. വണ്ടിയിൽ പോയില്ലേ? അല്ലാതെ നമ്മള് ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ. അല്ലാതെ കറങ്ങാൻ അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനത്തെ കാണാൻ കാണാം. അല്ല, ഞങ്ങള് കറങ്ങാൻ അങ്ങനെ പോയില്ല കേട്ടോ. കണ്ടിട്ടുണ്ട്. ഞങ്ങളൊരു നടക്കാൻ പോയില്ല, കറങ്ങാൻ പോയില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, നിങ്ങൾക്ക് പബ്ലിക് ആയിട്ട് മൂത്ര വെച്ചിട്ടുണ്ടോ? പബ്ലിക്കായിട്ട് മൂത്ര വെച്ചാല് ടൂറൊക്കെ പോകുമ്പോ വെച്ചിട്ടുണ്ട്. ടൂറൊക്കെ പോകുമ്പോ അങ്ങാടിന്നൊക്കെ ട്രിപ്പ് പോകുമ്പോ വണ്ടിയാണ് നിർത്തിയാൽ ആൾക്കാർ നടന്നു നോക്കണം. അപ്പൊ മൂത്ര വെച്ചിട്ടുണ്ട്. എല്ലാം ഉള്ള പോലെ പറയാം. പിന്നെ നിലത്ത് വീണ എന്തെങ്കിലും സാധനം നമ്മൾ എടുത്ത് കഴിച്ചിട്ടുണ്ടോ? അത് ഞാൻ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്താ വെച്ചാല്, പിന്നെ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള നിലക്കാൻ അങ്ങനെ മണ്ണിലൊന്നും അല്ല, അല്ലാതെ നമ്മള് കഴിച്ചിട്ടുണ്ടാവും. അടുത്തത് പിന്നെ ഫോണില് കളിച്ചിട്ട് നേരെ വെളുപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഫോണില് കളിച്ചിട്ട് നേരെ മറ്റേ ഗെയിം ഉണ്ടാക്കി. എന്താ ഗെയിമിന്റെ പേരെന്തേന്? നീക്കണ സാധനല്ലേ? അതെന്നെ പണിയില്ല. നേരെ വെളുപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു 2 മണി വരെയൊക്കെ ഫോണ് കളിച്ചു. നേരെ വെളുപ്പിച്ചിട്ടൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, പട്ടി ഓടിച്ചിട്ടുണ്ടോ? പട്ടി ഓടിച്ചിട്ടുണ്ട്. പട്ടി ഓടിച്ച് എന്റെ പാൻറ്റൊക്കെ കടിച്ചു. അതായത് ഞാനും ലിബുണ്ട് എന്റെ കമ്പനിക്കാരെ. ഞങ്ങൾ ദിവസം ബൈക്കിൽ പോരുമ്പോ ഒരു നായ എവിടെന്ന് വെച്ചാല്, എവിടെ വരുമ്പോഴാ നായർക്കുഴി ഭാഗത്തുണ്ടോ ഒരു നായനെ കാണുമ്പോ കാലോട് ചവിട്ടി നായ പാൻറ്റില് കടിച്ച്. ലിബു വീഡിയോ കാണാൻ കമന്റ് ചെയ്യും, നായ പാൻറ്റില് കടിച്ച് കയറി. ഓന്റെ ഞാൻ ബൈക്ക് ഓടിക്കുന്നു. ഓൻ ബേക്കരാണല്ലോ, നായനെ തട്ടിയതേന് കഴിച്ചു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, പൈസ ചോദിക്കാതെ എടുത്തിട്ടുണ്ടോ? പൈസ ചോദിക്കാതെ എടുത്തിട്ടുണ്ട്. അതായത് ചെറുപ്പത്തിലൊക്കെ എന്റെ ജ്യേഷ്ഠന്മാര് ഞാൻ എടുത്തിട്ടുണ്ട്. പൈസ ഞാൻ എടുത്തിട്ടോ. എന്നിട്ട് പിന്നെ ചോദിക്കാണ്ട് എടുത്തിട്ട് പിന്നെ വിളിച്ചാണ്. അതിന് ചോദിക്കാണ്ട് എടുത്താൽ നമുക്ക് പറയാണ്ടൊക്കെ കഴിയില്ല. എന്താ വെച്ചാല് 1 രൂപ വരെ കണക്ക് വെക്കാണ്. പൈസ കണക്കാണ്. അങ്ങനെയാണ് പറയട്ടോ. നമ്മളെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ചോദിക്കും, എണ്ണീട്ടാണ് വെക്കുക. അപ്പൊ ഞാനങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് പരസ്പരം പറയാത്ത രഹസ്യം ഉണ്ടോ? സത്യം പറഞ്ഞോ? എനിക്ക് ഇല്ല കേട്ടോ. ഞങ്ങള് രഹസ്യങ്ങളൊക്കെ അങ്ങോട്ട് തുറന്നു പറയും. അല്ല പറയാൻ പറ്റൊന്നുമില്ലല്ലോ. അടുത്തത് പിന്നെ നിങ്ങൾക്ക് ചിലപ്പോ ഉണ്ടായിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഞാന് തേപ്പിന് കിട്ടിയില്ല. ഇഷ്ടം പോലെ കിട്ടിയില്ല. ഇഷ്ടം പോലെ ഒന്നുമില്ല. തേപ്പൊന്നുമല്ല. എനിക്ക് ഒരാപ്പോണ കല്യാണം കഴിക്കാനേ കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ സ്വന്തത്തിനോട് ബിരിയാണി വരും. സംസുഖം കുഞ്ഞാവേ വിളിച്ചോട്ടെ. ഞാൻ പിന്നെ ഒഴിവാക്കിയതാ. പിന്നെ ഈ ഉണ്ടാകുമ്പോൾ വേറെ ആളാ. അപ്പോഴെ എന്റെ മനസ്സിലായിരുന്നു മുഖം. എന്റെ അങ്ങനത്തെ മുഖം കൊണ്ടു കറക്റ്റ് കിട്ടിയേ. എനിക്ക് ഇഷ്ടമായില്ലേ. അടുത്തത് പിന്നെ എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് 2 ദിവസം കുളിക്കാതെ ഇരുന്നിട്ടുണ്ടോ? 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിൽ കൂടുതലൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുളിക്കാണ്ടെന്നൊക്കെ ചെയ്തിട്ടോ. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പിന്നെ പനിച്ചാലൊക്കെ ഞാന് എന്താ അസുഖമില്ലാണ്ടായാലൊക്കെ എന്താ ഞാന് അസുഖമായാലൊക്കെ അങ്ങനെ 2 ദിവസം അതിൽ കൂടൂല. 2 ദിവസം. അടുത്തത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് എക്സാമിന് കോപ്പി അടിച്ചിട്ടുണ്ടോ? അടിച്ചു ഏതോ ഒരു വട്ടം അങ്ങനെ കിട്ടോ. നിങ്ങൾ കോപ്പി അടിച്ചില്ല? അങ്ങനെ കോപ്പിയതിന്റെ ആളൊന്നല്ല കേട്ടോ. പക്ഷെ ഇടയ്ക്കെപ്പോഴോ കോപ്പി അടിച്ചു. അടുത്തത് നെക്സ്റ്റ്. പിന്നെ എന്താ ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ടോ? ഞാൻ അന്നെ ചില കാര്യങ്ങളൊക്കെ രാത്രി നേരം വേണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അപ്പൊ ചിലപ്പോൾ അവിടെയാണ് ഇവിടെയാണ് കൊണ്ടിട്ടുള്ളത്. അല്ല വേറെ കാണാൻ പറയില്ല. ചിലപ്പോൾ വിളിക്കുന്ന എവിടെ ചോദിക്കും. അപ്പൊ കട ഉണ്ടാവില്ല, ചിലപ്പോൾ കടയിലായിരിക്കില്ല. അങ്ങനെ പറ്റിക്കല്ലോ. വേറെ പറ്റിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറ്റിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. കള്ളത്തരായിരുന്നു പറയുന്നത്. ഫുള്ള് കളത്തല്ലേ. എപ്പോഴെങ്കിലും കഴിഞ്ഞ് നിൽക്കാം. എവിടെ വെച്ച് വിളിക്കുമ്പോൾ ചിലപ്പോൾ കട പറയും. അത്ര. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ. ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടോ? അല്ല പഠിക്കണേക്കാട്ടിലും കൂടുതൽ സത്യം പോലെ പറയാം. ഞാൻ ലെറ്റർ കൊടുത്തില്ലല്ലോ. അടുത്ത് ഇന്നിപ്പോ മിക്കവാറും രാത്രി അടി ഉണ്ടാവുകയാണ് കുടി കഴിഞ്ഞാല്. പിന്നെ എന്താ സ്വന്തം പേര് നമ്മള് ഗൂഗിളിലൊക്കെ എന്തെങ്കിലും സെർച്ച് ചെയ്യില്ല, അതുപോലെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാന് നോക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്റെ പേര് ആർക്കും ഇല്ല എന്നാണ് എന്റെ ഒരു ഇതില്. പക്ഷെ ഞാനിപ്പോ എവിടെയൊക്കെയോ കേട്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. എന്റെ പേര് എവിടെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. എന്റെ പേര് ഒരുപാടുണ്ട്. നിങ്ങളെ പേര് ഉണ്ടാവില്ല. എന്റെ പേര് ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നെക്സ്റ്റ്. പിന്നെ എന്താ അതായത് മറ്റുള്ള ആൾക്കാരെ അതായത് ബ്രഷില്ലേ മാറി ഉപയോഗിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് മാറി ചിലപ്പോൾ സിനാന്റെ കേട്ടോ എന്റെ മോന്റെ ദിവസം ഉപയോഗിച്ചു മാറി എന്ത് കേട്ടോ തറിയില്ലേ കുറേ മുമ്പാട്ട് ദിവസം മാറി ഉപയോഗിച്ചാൽ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ മാറി ഉപയോഗിച്ചിട്ടൊന്നുമില്ല കേട്ടോ. സോറി ഞാൻ വീണ്ടും മാറിപ്പോയി. കാരണം ഒരു പ്രാവശ്യം മാറി എനിക്ക് തോന്നുന്നുണ്ട് അത്ര മാത്രം. പിന്നെ എന്താ അതായത് നമ്മളെ ഫോൺ നമ്പർ ഇല്ലേ അത് ആർക്കെങ്കിലും തെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടോ? കൊടുക്കേണ്ട ആവശ്യം എന്താ? അങ്ങനെ കൊടുത്തില്ല. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് അങ്ങനെ ചോദിക്കണോ അങ്ങനെ നമ്മള് ഒരാണ്. അപ്പൊ നമ്മള് അങ്ങനെ ഫോൺ നമ്പർ കറക്റ്റ് ആയിട്ടോ കൊടുത്ത്. അടുത്തത് നെക്സ്റ്റ്. പിന്നെ എന്താ വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ? ഞാൻ പോയില്ല കേട്ടോ. ഞാൻ വിളിച്ച കല്യാണത്തിന് അധികം പോവില്ല. അതായത് ഒന്ന് എന്റെ 2-3 സുഹൃത്തുക്കൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അന്ന് എനിക്കില്ല. ഓരോ കൂടി പിടിച്ചുകൊണ്ടാകുമ്പോൾ കുറേ പറഞ്ഞു അങ്ങനെ പോയി. അവിടെ എത്തിയപ്പോ ഭയങ്കര സ്വീകരണേന്. അപ്പോഴയാൾ പറഞ്ഞു ഞാൻ വിളിക്കണേ അച്ഛൻ വിളിക്കാൻ മറന്നുപോയി എന്നായിരുന്നു. അത് ആകെ ചടച്ചത്. അന്നെ വിളിക്കണം വിചാരിച്ചു. അങ്ങനെ കണ്ടില്ലേനെയാണ് അതിന്റെ ചടച്ച്.
പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് കണ്ണാടി നോക്കി സ്വയം സംസാരിക്കാറുണ്ടോ? നിങ്ങള് അതല്ലേ സ്വയം എങ്ങനെ സംസാരിക്കും ചെയ്യും, പാട്ടാടും ചെയ്യൂലേ? പിന്നെ നിങ്ങൾ മറ്റ് ഇങ്ങനെ അനുകരിക്കുകയും ചെയ്യില്ല, ഓരോരുത്തരെ നല്ല അനുകരിക്കട്ടോ. നിങ്ങള് ഇതാക്കിയോ? ഞാൻ എന്താ കണ്ണാടി നോക്കി അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് നമ്മള് അലക്കാനിട്ട ഡ്രസ്സില്ലേ അത് ഇട്ട് പോയിട്ടുണ്ടോ? അത് ഞാനും പോയിട്ടുണ്ട് കേട്ടോ. കൊറേ വട്ടല്ല, എന്തെങ്കിലുമൊക്കെ അലക്കാനിട്ട ഡ്രസ്സ് ഇട്ട് വേഗം പെട്ടെന്നുള്ള അർജൻസിക്കൊക്കെ. പിന്നെ എന്താ നമ്മള് ഈ ഉറങ്ങുമ്പോ നിലത്തേക്ക് വീണിട്ടുണ്ടോ? അത് ഉറങ്ങുമ്പോ നിലത്തേക്ക് ഞാൻ ഒരു പ്രാവശ്യം വീണെന്ന് തോന്നുന്നു കേട്ടോ. എന്താ കട്ടുമ്പത് വീണോ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. തള്ളിയിട്ടാലും നിലത്തെത്തുമ്പോ. പിന്നെ എന്താ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാല് പ്രോഗ്രസ് കാർഡിൽ സ്വന്തമായിട്ട് ഒപ്പിട്ടിട്ടുണ്ടോ? അതല്ല കേട്ടോ, പ്രോഗ്രസ് കാർഡിൽ അങ്ങനെ നമ്മൾ കള്ളത്തരം അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പഠിക്കുന്ന മക്കളല്ലേ കുറിച്ചൊന്നും പറയാനല്ലേ. പിന്നെ പ്രോഗ്രസ് കാർഡിൽ അങ്ങനെ ഒപ്പിട്ടില്ല കേട്ടോ, പാരന്റ്സ് തന്നെയാണ് ഒപ്പിട്ടത്. പിന്നെ എന്താ ചെരുപ്പ് മാറിയിട്ട് പോയിട്ടുണ്ടോ? ഒരുപാട്. ഇപ്പോഴും കാലം കൊണ്ട് പെണ്ണുകളിപ്പ അത് ഞാൻ മാറിയിട്ടിട്ട് പോയിട്ടുണ്ടെന്നാണ്. നമ്മളെ വീട്ടിലിടുന്ന ചെരുപ്പൊക്കെ അല്ലേ അങ്ങനെ നമ്മള് മാറിയ അങ്ങനെ ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ, ചെരുപ്പ് മാറിയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ എന്താ നിർത്തല്ലേ കഴിഞ്ഞോ? സമയം വളരെ കുറവാണ്. കറണ്ട് ഇപ്പോഴും ഒരുപാട് സമയം പിടിക്കുന്നു, ഒന്നും ചടയ്ക്കും. അപ്പൊ എന്താ അപ്പൊ എല്ലാവരും ഞങ്ങളെ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെന്താ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞങ്ങളെ എന്തെങ്കിലും തെറ്റുകളുണ്ട് പറഞ്ഞു തരണം. അപ്പൊ എന്താ ഞങ്ങൾ പിച്ച വെച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും തെറ്റാണെങ്കിലും പറഞ്ഞു തരണം. ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോ ഞങ്ങൾ വേറെ വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഒരു വെറൈറ്റി വീഡിയോ ചെയ്യുന്ന മറ്റത് നമ്മുടെ പ്രേമകഥ. അങ്ങനെയാണെങ്കിൽ ചെയ്യലേ. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ ടാറ്റാ.